സോഷ്യൽ മീഡിയയിലും മറ്റ് ചാനലുകളിലും ഒക്കെ ഈ അടുത്ത കാലത്തായിട്ട് വലിയൊരു തെറ്റിദ്ധാരണ പരത്തുന്ന ഒരു ന്യൂസ് കാണുകയുണ്ടായി. അതായത് നമ്മളുടെ പ്രവാസികൾ, NRIs ആയിട്ടുള്ള ആളുകൾ അവരുടെ വിദേശത്തുള്ള ആസ്തികൾ അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ അസറ്റ്സുകളൊക്കെ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ വെളിപ്പെടുത്തണം എന്നുള്ളത്. അപ്പോൾ എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ? ആക്ച്വലി അങ്ങനെ ചെയ്യേണ്ടതായിട്ടുണ്ടോ എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇൻകം ടാക്സ് ആക്ടിൽ നമ്മളുടെ ഒരു വരുമാനം ടാക്സ് ചെയ്യുന്നത് റെസിഡൻറ്റ് പിന്നെ നോൺ റെസിഡൻറ്റ് ഇങ്ങനെ രണ്ട് കാറ്റഗറികളിലാണ്. അപ്പോൾ അതിൽ റെസിഡൻറ്റ് തന്നെയാണെന്നുണ്ടെങ്കിൽ റെസിഡൻറ്റ്, ഓർഡിനറി റെസിഡൻറ്റ്, റെസിഡൻറ്റ് നോട്ട് ഓർഡിനറിലി റെസിഡൻറ്റ്. അപ്പോൾ നമുക്ക് റെസിഡൻറ്റ്, നോൺ റെസിഡൻറ്റ് ഈ രണ്ട് കാറ്റഗറി എന്ന് നമുക്ക് ബേസിക്കായിട്ട് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ നമ്മളിവിടെ പ്രവാസികൾ എന്ന് പറയുന്നത്, അതായത് ഇപ്പോൾ നോൺ റെസിഡൻസ് ഇന്ത്യൻ എന്നൊന്നും ഇൻകം ടാക്സ് ആക്ടിൽ പറയുന്നില്ല. അതായത് നോൺ റെസിഡൻസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ചിലപ്പോൾ വിദേശത്തുള്ള ഒരാൾ ചിലപ്പോൾ ഇന്ത്യയിൽ വന്നിട്ട് അദ്ദേഹത്തിനൊരു വരുമാനം ലഭിക്കുന്നുണ്ടായിരിക്കും. ഇപ്പോൾ പല മലയാളം ഫിലിമിൻ്റെയൊക്കെ ഭാഗമായിട്ട് വിദേശത്തുള്ള സ്റ്റണ്ട് ഡയറക്ടറൊക്കെ ഇവിടെ ഇന്ത്യയിലേക്ക് വരുന്നു. അദ്ദേഹത്തിന് ഒരു 5-10 ലക്ഷം രൂപ വരുമാനം കിട്ടുന്നു. അപ്പോൾ അദ്ദേഹം നോൺ റെസിഡൻറ്റ് ഇന്ത്യൻ പോലും അല്ല, അദ്ദേഹം ഒരു നോൺ റെസിഡൻ്റ് ആണ്. അപ്പോൾ ഇവിടെയുള്ള വരുമാനത്തിന് എന്ത് ചെയ്യണം? അദ്ദേഹം ടാക്സ് അടയ്ക്കണം. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, അദ്ദേഹത്തിന് സിംഗപ്പൂരോ മലേഷ്യയിലോ ഒക്കെ ഉള്ള അദ്ദേഹത്തിന് അല്ലെങ്കിൽ ലോകവ്യാപകമായിട്ട് പല സ്ഥലങ്ങളിൽ ഉള്ള അസറ്റ്സുകളും ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസുകളൊക്കെ ഇന്ത്യയിൽ ഡിസ്ക്ലോസ് ചെയ്യണം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് സത്യത്തിലൊരു അനീതിയാണ്. സത്യത്തിൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് അങ്ങനെ ഉദ്ദേശിക്കുന്നുമില്ല. അതായത് റെസിഡൻ്റ് ആയിട്ടുള്ള ആളുകൾ മാത്രമാണ് അവരുടെ ഫോറിൻ അസറ്റ്സുകൾ അല്ലെങ്കിൽ ഫോറിൻ അക്കൗണ്ടുകളുടെ ഡീറ്റെയിൽസ് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ സബ്മിറ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. നോൺ റെസിഡൻ്റ് ആയിട്ടുള്ള ആളുകൾ, അത് നോൺ റെസിഡൻറ്റ് ഇന്ത്യൻ ആവട്ടെ ആരും ആവട്ടെ, നോൺ റെസിഡൻ്റ് ആയിട്ടുള്ള ആളുകൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ അവരുടെ ഫോറിൻ അസറ്റ്സുകൾ, അക്കൗണ്ടുകൾ ഇങ്ങനെയുള്ള യാതൊരു ഡീറ്റെയിൽസുകളും ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ സബ്മിറ്റ് ചെയ്യേണ്ടതില്ല എന്ന് തന്നെയാണ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് പറയുന്നത്. അതായത് ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രവാസികൾ ആരും തന്നെ അവരുടെ വിദേശത്തുള്ള ബാങ്ക് അക്കൗണ്ടുകളോ ആസ്തികളോ ഒന്നും വെളിപ്പെടുത്തേണ്ടതായിട്ടില്ല. ഇത് നമ്മുടെ സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സസിൻ്റെ CBDTയുടെ പല ഇൻസ്ട്രക്ഷനിലും പറഞ്ഞിട്ടുള്ളതാണ്. നമ്മുടെ ഇൻകം ടാക്സ് ആക്ടിൽ സെക്ഷൻ 139(1) തന്നെ അതിൻ്റെ ഇൻസ്ട്രക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മുടെ ITR ഫയലിംഗ് ഫോമുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് തന്നെ പറയുന്നുണ്ട്. റെസിഡൻ്റ് ആയിട്ടുള്ള ആളുകൾ മാത്രമാണ് ഷെഡ്യൂൾ FA, അതായത് ഫോറിൻ അസറ്റ്സ് എന്നുള്ള ഷെഡ്യൂൾ റെസിഡൻ്റ് ആയിട്ടുള്ള ആളുകൾ മാത്രം സബ്മിറ്റ് ചെയ്താൽ മതി എന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അത് റെസിഡൻറ്റ് മാത്രമല്ല, റെസിഡൻറ്റ് ഓർഡിനറിലി റെസിഡൻ്റ് ആയിട്ടുള്ള ആളുകൾ, അതായത് നിങ്ങൾ റെസിഡൻ്റ് ആണ് നോട്ട് ഓർഡിനറിലി ആണെങ്കിൽ പോലും നിങ്ങൾ എന്ത് ചെയ്യേണ്ട, നിങ്ങൾ ഇതുപോലെയുള്ള ഫോറിൻ അസറ്റ്സിൻ്റെ ഡീറ്റെയിൽസുകൾ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടില്ല. മാത്രമല്ല നിങ്ങൾ നോൺ റെസിഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റി ആലോചിക്കേണ്ട കാര്യമില്ല. അതായത് നിങ്ങൾ ഫോറിൻ അസറ്റ്സിൻ്റെ അങ്ങനെയുള്ള യാതൊരു വക ഡീറ്റെയിൽസും കൊടുക്കേണ്ടതായിട്ടില്ല. ആസ് പെർ ഇൻകം ടാക്സ് ആക്ട് അങ്ങനെ ഒരു നിയമം ഇല്ല എന്നർത്ഥം. ITR ഫയലിങ്ങിൻ്റെ ഇൻസ്ട്രക്ഷനിൽ വളരെ കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട്. അതായത് ഷെഡ്യൂൾ FA ഈസ് ടു ബി ഫിൽഡ് ഓൺലി ബൈ റെസിഡൻസ് ആൻഡ് ഓർഡിനറിലി റെസിഡൻറ്റ് ടാക്സ് പേയേഴ്സ്. അതായത് റെസിഡൻ്റ് ആയിട്ടുള്ള ഓർഡിനറി റെസിഡൻ്റ് ആയിട്ടുള്ള ആളുകൾ മാത്രം ഷെഡ്യൂൾ FA ഫിൽ ചെയ്താൽ മതി. ഇറ്റ് ഈസ് നോട്ട് അപ്ലിക്കബിൾ ടു നോൺ റെസിഡൻസ് ആൻഡ് RNORs, അതായത് റെസിഡൻറ്റ് ബട്ട് നോട്ട് ഓർഡിനറിലി റെസിഡൻ്റ് ആയിട്ടുള്ള ആളുകൾക്ക് പോലും അത് അപ്ലിക്കബിൾ അല്ല എന്ന് വളരെ വ്യക്തമായിട്ട് ഇൻസ്ട്രക്ഷനിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇതിന് പിന്നിലുള്ള ഒരു ലോജിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റെസിഡൻ്റ് ആയിട്ടുള്ള ആളുകൾ, അതായത് ഇന്ത്യയിൽ റെസിഡൻ്റ് ആയിട്ടുള്ള ആളുകൾ അവരുടെ ഗ്ലോബൽ ഇൻകം ടാക്സബിൾ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ വിദേശത്ത് എന്തെങ്കിലും വരുമാനങ്ങളുണ്ടോ ആസ്തികളുണ്ടോ എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ് അത് അറിയേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, റെസിഡൻ്റ് ആയിട്ടുള്ള ആളുകൾ ഡെഫിനറ്റ്ലി ഫോറിൻ അസറ്റ്സ് അല്ലാന്നുണ്ടെങ്കിൽ ഫോറിൻ ഇൻകം ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഡിസ്ക്ലോസ് ചെയ്യണം. പക്ഷേ നോൺ റെസിഡൻ്റ് ആയിട്ടുള്ള ആളുകൾ അവരുടെ ഗ്ലോബൽ ഇൻകം അല്ല, അവർക്ക് ഇന്ത്യയിലുള്ള വരുമാനം മാത്രമാണ് എന്ത് ഇവിടെ ടാക്സബിൾ ആയിട്ടുള്ളത്. അപ്പം അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ, അപ്പോൾ അവർക്ക് വിദേശത്തുള്ള കാര്യങ്ങളൊന്നും നോൺ റെസിഡൻറ്റിൻ്റെ കേസിൽ നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യേണ്ടതായിട്ടില്ല. അങ്ങനെ തന്നെയാണ് ഇൻകം ടാക്സ് ആക്റ്റും എന്ത് ചെയ്തിരിക്കുന്നത്, ഫ്രെയിം ചെയ്തിരിക്കുന്നത്. ഇനി മറ്റൊരു കാര്യം, പല യൂട്യൂബേഴ്സും അല്ലാന്നുണ്ടെങ്കിൽ പല പ്രോസ് ആയിട്ടുള്ള ആളുകളൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുന്നത്, അതായത് 300% പെനാൽറ്റി നിങ്ങൾക്ക് വരും, ഹെവി പെനാൽറ്റി വരും, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. അതായത് ബ്ലാക്ക് മണി ആക്ട് അപ്ലിക്കബിൾ ആവും എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഇവിടെയും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഈ ബ്ലാക്ക് മണി ആക്ട് ഒക്കെ അപ്ലിക്കബിൾ ആവുന്നത് റെസിഡൻസിന് മാത്രമാണ്, അല്ലാതെ നോൺ റെസിഡൻ്റ് ആയിട്ടുള്ള ഒരാൾക്ക് ബ്ലാക്ക് മണി ആക്ട് ഒന്നും അപ്ലിക്കബിൾ അല്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് ഇൻകം ടാക്സ് ആക്ട് അപ്ലിക്കബിൾ അല്ല. ഇനിയിപ്പോൾ അടുത്തൊരു ആക്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ബ്ലാക്ക് മണി ആക്റ്റും അപ്ലിക്കബിൾ അല്ല. അപ്പോൾ നോൺ റെസിഡൻ്റ് ആയിട്ടുള്ള ആളുകൾ ഈ രണ്ട് ആക്ടിൻ്റെ പെർവ്യൂവിലും ഫോറിൻ അസറ്റ്സ്, ഫോറിൻ ഇൻകം ഡിസ്ക്ലോസ് ചെയ്യേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. ഇനി നമ്മളൊരു അടുത്ത പടി കൂടി മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെൻറ്റ് ആക്ടിലോ അല്ലെങ്കിൽ RBIയുടെ എന്തെങ്കിലും ഡയറക്ഷനിലോ ഒരു സ്ഥലത്തും, അതായത് ഇതുപോലെ നോൺ റെസിഡൻ്റ് ആയിട്ടുള്ള ആളുകൾ
ആളുകൾക്ക് അവരുടെ ഇൻകം അല്ലാന്നുണ്ടെങ്കിൽ ഫോറിൻ ഇൻകം അല്ലെങ്കിൽ ഫോറിൻ അസറ്റ്സ് ഡിസ്ക്ലോസ് ചെയ്യണമെന്ന് ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല. അതായത് അപ്പോൾ ഇൻകം ടാക്സ് ആക്റ്റിൽ വരുന്നില്ല, ബ്ലാക്ക് മണി ആക്റ്റിൽ വരുന്നില്ല, ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെൻറ്റ് ആക്റ്റിൽ വരുന്നില്ല, RBIയുടെ മാസ്റ്റർ ഡയറക്ഷനിലോ അങ്ങനെ ഒരു സ്ഥലത്തും എന്ത് പറയുന്നില്ല, നോൺ റെസിഡൻ്റ് ആയിട്ടുള്ള ആളുകൾ അവരുടെ ഫോറിൻ അസറ്റ്സുകൾ അല്ലെങ്കിൽ ഫോറിൻ ഇൻകം ഡിസ്ക്ലോസ് ചെയ്യണം എന്ന് ഇവിടെയൊന്നും ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല. ഇനി നോൺ റെസിഡൻ്റ് ആയിട്ടുള്ള ആളുകൾ നിങ്ങളുടെ ഫോറിൻ അസറ്റ്സ് ഒക്കെ ഡിസ്ക്ലോസ് ചെയ്യാനായിട്ട് തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് വേറൊരു കൺഫ്യൂഷനിലേക്ക്, ഒരു കോംപ്ലിക്കേഷനിലേക്ക് പോകാനൊക്കെ ആയിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് നിങ്ങൾ റെസിഡൻ്റ് ആണ് എന്നുള്ളൊരു തരത്തിലേക്ക് ചിലപ്പോൾ ചോദ്യങ്ങൾ വരാനും അതിനനുസരിച്ച് ഒരു സ്ക്രൂട്ടിനി വരാനും ഒക്കെ സാധ്യതയുണ്ട്. കാരണം ഇത് റെസിഡൻസിന് മാത്രമാണ് അപ്ലിക്കബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ നിങ്ങളത് ഫില്ല് ചെയ്യുന്നതോട് കൂടിയിട്ട് നിങ്ങൾ റെസിഡൻ്റ് ആണോ എന്നുള്ളൊരു സംശയം ചിലപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഇടയിൽ ജനിപ്പിക്കാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. റെസിഡൻസിന് മാത്രമാണ് ഇത് അപ്ലിക്കബിൾ ആയിട്ടുള്ളത്. നോൺ റെസിഡൻസിന് ഷെഡ്യൂൾ FA അപ്ലിക്കബിൾ അല്ല. ഇനി നോൺ റെസിഡൻ്റ് ആയിട്ടുള്ള ഒരാൾ എപ്പോഴാണ് ഈ ഒരു ഫോറിൻ ഇൻകം അല്ലെങ്കിൽ ഇതുപോലെയുള്ള ട്രാൻസാക്ഷൻസ് ഇവിടെ ഡിസ്ക്ലോസ് ചെയ്യേണ്ടി വരിക എന്ന് നമുക്കൊന്ന് നോക്കാം. അതായത് അദ്ദേഹത്തിന് ഒരു ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റോ ഉണ്ട്, അതായത് ഒരു ഫോറിനിൽ ഒരു പ്രോപ്പർട്ടി ഉണ്ട്, വിദേശത്ത് ഒരു പ്രോപ്പർട്ടി ഉണ്ട്, പക്ഷെ അതിൻ്റെ വരുമാനം കിട്ടുന്നത് ഇന്ത്യയിലത്തെ ഒരു ബാങ്ക് അക്കൗണ്ട് ആണെന്ന് വിചാരിക്കും. അല്ലെങ്കിൽ ഫോറിനിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ട്, അതിൻ്റെ ഡിവിഡൻഡ് ലഭിക്കുന്നത് ഇന്ത്യയിലെ ഒരു ബാങ്ക് അക്കൗണ്ടിലാണ്. ഫോറിനിലൊരു ഒരു ബാങ്ക് അക്കൗണ്ടിൽ ഒരു FD ഫിക്സഡ് ഡെപ്പോസിറ്റ് ഉണ്ട്, അതിൻ്റെ ഇൻട്രസ്റ്റ് ലഭിക്കുന്നത് ഇന്ത്യയിലെ ബാങ്ക് അക്കൗണ്ടിലാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സെനാരിയോകൾ, അതായത് ഫോറിൻ അസറ്റ് ഉണ്ട് പക്ഷെ അതിൻ്റെ ഇൻകം റിസീവ് ചെയ്യുന്നത് ഇന്ത്യയിലാണ്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാത്രം ആ വരുമാനത്തിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസുകൾ നമ്മുടെ ഇൻകം ടാക്സ് റിട്ടേണിൽ ഫയൽ ചെയ്യുക. അവിടെയും ഫോറിൻ അസറ്റ്സ്, അതായത് റെസിഡൻ്റ് അല്ല നിങ്ങൾ നോൺ റെസിഡൻ്റ് ആണ്, അപ്പോൾ FA എന്നുള്ള ഷെഡ്യൂൾ അവിടെയും സബ്മിറ്റ് ചെയ്യേണ്ട യാതൊരു ആവശ്യവുമില്ല. അപ്പോൾ നമ്മളൊരു കൺക്ലൂഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു തെറ്റിദ്ധാരണയുടെ ആവശ്യമില്ല. നിങ്ങൾ പ്രവാസികളാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ NRIs ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോറിൻ അസറ്റ്സുകളോ ഫോറിൻ ബാങ്ക് അക്കൗണ്ടുകളോ അല്ല അവിടെയുള്ള ബിൽഡിങ്ങുകളോ അങ്ങനെയുള്ള ഒരു കാര്യം, ഫോറിൻ അസറ്റ്സുകൾ ഒന്നും നിങ്ങൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ ഡിസ്ക്ലോസ് ചെയ്യേണ്ട യാതൊരു ആവശ്യവുമില്ല. അതെല്ലാം റെസിഡൻസിന് മാത്രമാണ് അപ്ലിക്കബിൾ ആയിട്ടുള്ളത്. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ മൊത്തം ഒരു കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഒരുപാട് ആളുകൾ നമ്മളെ കണക്ട് ചെയ്യുകയുണ്ട്, അതിലൊരു ക്ലാരിഫിക്കേഷൻ കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ചാനലിൻ്റെ വാട്സപ്പ് നമ്പർ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും മെസ്സേജുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കതിലേക്ക് കണക്ട് ചെയ്യാം. വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.